Good morning. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പോളിമർ, എന്താണ് മോണോമർ, പോളിമറിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലേ, രണ്ട് ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ, എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത്, സോഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതും സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് പോളിമറിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്കൊക്കെ സാധാരണ ചോദിക്കുന്നതാണ്. റൈറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ തെർമോസെറ്റിംഗ് ആൻഡ് തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞിട്ട് പരീക്ഷ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് ഇൻ ടു തെർമോസെറ്റിംഗ് ആൻഡ് തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്. ഇത് ശരിക്കും ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പോളിമറിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പോളിമർ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ്, ബേസ്ഡ് ഓൺ സ്ട്രക്ചർ അല്ലേ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് പോളിമറിനെ ബേസ്ഡ് ഓൺ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ അടിസ്ഥാനത്തിലും ക്ലാസിഫൈ ചെയ്യാം. അതിൽ വരുന്ന രണ്ട് ക്ലാസ് ഓഫ് പോളിമേഴ്സ് ആണ് തെർമോസെറ്റിംഗ് പോളിമേഴ്സ് ആൻഡ് തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്. അപ്പൊ തെർമോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ കെമിസ്ട്രി തെർമോ മീൻസ് ടെമ്പറേച്ചർ അല്ലേ. അപ്പം തെർമോസെറ്റിംഗ് പോളിമർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തെർമൽ എനർജി കൊടുത്ത് സെറ്റ് ആകുന്ന പോളിമർ അല്ലേ. തെർമൽ എനർജി കൊടുത്ത് സെറ്റ് ആക്കാൻ കഴിവുള്ള പോളിമർ. സെറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക് സെറ്റ് ആക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് അയാളെ സെറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് സെറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം തെർമോസെറ്റിംഗ് പോളിമർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഉപയോഗിച്ച് പെർമനന്റ് ആയിട്ട് ഒരു ഷേപ്പിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോളിമർ. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ തെർമോസെറ്റിംഗ് പോളിമറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് നമുക്ക് വീണ്ടും മോൾഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ലാബിൽ ഒരു തെർമോസെറ്റിംഗ് പോളിമർ ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. അപ്പൊ ആ തെർമോസെറ്റിംഗ് പോളിമറിനെ നിങ്ങൾക്ക് ഒരു മഗ്ഗിന്റെ ഷേപ്പിലേക്കാണ് മോൾഡ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു മഗ്ഗിന്റെ അച്ചെടുക്കും അല്ലെ, അതിലേക്ക് ഈ പറഞ്ഞ നിങ്ങൾ ഉണ്ടാക്കിയ തെർമോസെറ്റിംഗ് പോളിമർ അതിലേക്ക് പോർ ചെയ്യും അല്ലെ. അതിലേക്ക് പോർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ ഷേപ്പിലേക്ക് തെർമോസെറ്റിംഗ് പോളിമർ മാറും. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ചു നേരം സെറ്റ് ചെയ്യാൻ വെച്ചു. നിങ്ങൾ തെർമോസെറ്റിംഗ് പോളിമർ ഉണ്ടാക്കി അതിനെ മഗ്ഗിന്റെ ഷേപ്പിലുള്ള അച്ചിലേക്ക് ഒഴിച്ചു, എന്നിട്ട് അതിനെ കൂൾ ചെയ്യാൻ വെക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ എന്താവും? അത് സെറ്റായി മഗ്ഗിന്റെ ഷേപ്പിലേക്ക് വരും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒരു ആഗ്രഹം, മഗ് അല്ലായിരുന്നു വേണ്ടത്, ബക്കറ്റ് ആയിരുന്നു വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ ഉണ്ടാക്കിയ മഗ്ഗിന്റെ പോളിമറിനെ വീണ്ടും നിങ്ങൾ മെൽറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ്. ബട്ട് ഇറ്റ് വോണ്ട് ബി റീമോൾഡഡ്. അത് നമുക്ക് വീണ്ടും റീമോൾഡ് ചെയ്യാൻ, അതായത് വേറെ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച്. അത് നിങ്ങൾ തെർമോസെറ്റിംഗ് പോളിമറിന്റെ പ്രത്യേകത. ഒരിക്കൽ നിങ്ങൾ ഒരു ഷേപ്പിലേക്ക് മോൾഡ് ചെയ്താൽ അതിന് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വേറെ ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റില്ല. Thus, these polymers cannot be reused. അതെന്തുകൊണ്ടാണ് വീണ്ടും മോൾഡ് ചെയ്യാൻ പറ്റാത്തത്? Because due to the extensive cross linking. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ക്രോസ് ലിങ്കിങ് എന്ന് പറഞ്ഞാൽ രണ്ട് adjacent polymer chains തമ്മിലുള്ള കണക്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ ഈ തെർമോസെറ്റിംഗ് പോളിമർ ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ, ആ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ മോൾഡ് ചെയ്ത സമയത്ത് അവിടെ ക്രോസ് ലിങ്ക്സ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്രോസ് ലിങ്ക്സ് ഫോം ചെയ്താൽ, അതായത് നമ്മൾ ആ പോളിമറിനെ ഉണ്ടാക്കി പോളിമറിനെ ചൂടാക്കി എന്നിട്ട് അതിനെ ആ അച്ചിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അതിൽ പെർമനന്റ് ആയിട്ടുള്ള ക്രോസ് ലിങ്ക്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് ലിങ്ക്സ് ഫോം ചെയ്താൽ പിന്നെ അതിൽ നമുക്ക് ആ ബോണ്ട് പൊട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ വീണ്ടും റീയൂസ് ചെയ്യാൻ കഴിയാത്തത്. മനസ്സിലായ? അപ്പൊ നിങ്ങൾ ആദ്യം ഒരു തെർമോസെറ്റിംഗ് പോളിമർ ഉണ്ടാക്കി അതിനെ നിങ്ങൾ മോൾഡിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് അതിൽ
എക്സ്റ്റെൻസീവ് ക്രോസ് ലിങ്കിങ് ദാറ്റ് ആർ ഇറിവേഴ്സിബിൾ. അതിന് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ക്രോസ് ലിങ്ക്സ് ആണ് ആ മോൾഡിൽ അത് ഫോം ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ നമുക്ക് റീയൂസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഷേപ്പിലേക്ക് മോൾഡ് ചെയ്തെടുക്കാനോ കഴിയാത്തത്. അതിനൊരു ഉദാഹരണമാണ് ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് എന്ന് പറയുന്നത് ഫീനോളും ഫോർമാൽഡിഹൈഡും ചേർന്നിട്ടുള്ള ഒരു റെസിനാണ്. ഫീനോൾ എടുക്കുന്നു, ഫോർമാൽഡിഹൈഡ് എടുക്കുന്നു, രണ്ടും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇത് ഫീനോളാണ്. ബെൻസീൻ റിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ബെൻസീൻ റിങ്ങിൽ ഫീനോൾ എന്ന് പറഞ്ഞാൽ OH അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ ബെൻസീൻ റിങ്ങിൽ ഫീനോൾ OH വന്നാൽ ഫീനോൾ എന്നാണ് പേര്. അതിന്റെ സൈഡിൽ CH2 ബ്രിഡ്ജ്, മെഥിലിൻ ബ്രിഡ്ജസ് വന്ന് ഈ ഫീനോൾ ഇങ്ങനെ കണക്ട് ആയി പോവാണ്. ഓക്കെ, അപ്പൊ ഇത് ഒരു ചെയിൻ, ഇതിന്റെ താഴെ വേറൊരു ചെയിൻ, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. ഇത് N ബ്രാക്കറ്റിനകത്ത് ഇട്ടിട്ട് നമ്മൾ N എന്നാണ് കാണിക്കുന്നത്. കാരണം ഈ യൂണിറ്റ്, ഇത്രയുള്ള യൂണിറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത് എത്ര N എന്ന് പറയുന്നത് ഇതുവരെ ആകാം, N എന്ന് പറയുന്നത് ഇതുവരെ വേണമെങ്കിലും ആകാം. N is of the order 10,000. ഞാൻ പറഞ്ഞു പോളിമറിന്റെ മോളിക്കുലർ മാസ് വളരെ കൂടുതലാണ്. എത്രയോ യൂണിറ്റ് ചേർന്നിട്ടാണ് ഒരു പോളിമർ ഉണ്ടാകുന്നത്. അപ്പൊ ഈ N-ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓഫ് വെരി ഹൈ ഫോർ എനി പോളിമർ. ഏത് പോളിമർ എടുത്താലും ആ N-ന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് തെർമോസെറ്റിംഗ് പോളിമറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു പോളിമർ ഉണ്ട്. അത് തെർമോസെറ്റിങ്ങിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോളിമർ ആണ്. തെർമോപ്ലാസ്റ്റിക് പോളിമറിന്റെ പ്രത്യേകത ഇറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ്ലി സോഫ്റ്റനിങ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ഹാർഡനിങ് ഓൺ കൂളിംഗ്. അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഡ്രോബാക്ക്, അതായത് തെർമോസെറ്റിംഗ് പോളിമറിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതിനെ വീണ്ടും നമുക്ക് റീമോൾഡ് ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. തെർമൽ എനർജി കൊടുത്ത് സെറ്റ് ആവുന്ന പോളിമർ, അതുകൊണ്ട് നമ്മൾ അതിന് തെർമോസെറ്റിംഗ് പോളിമർ എന്നാണ് പറഞ്ഞത്. ഇനി അതിന് പകരം നമ്മൾ തെർമോപ്ലാസ്റ്റിക് പോളിമർ ആണ് നിങ്ങൾ ലാബിൽ ഉണ്ടാക്കിയെടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മഗ്ഗിന്റെ ആച്ചിലേക്ക് ഒഴിക്കുന്നു, കുറച്ചു നേരം വെക്കുന്നു, അപ്പത്തേക്കും അത് മഗ്ഗിന്റെ ഷേപ്പിലേക്ക് വരുന്നു. പിന്നെ നിങ്ങൾക്ക് ഒരു ആഗ്രഹം അത് ബക്കറ്റ് ആക്കണം. അപ്പൊ തെർമോസെറ്റിംഗ് പോളിമർ ആണെങ്കിൽ അത് നടക്കൂല എന്ന് പറഞ്ഞു. പക്ഷെ തെർമോപ്ലാസ്റ്റിക് പോളിമർ ആണെങ്കിൽ ആ മഗ് എടുക്കുക, മഗ് വീണ്ടും ഫ്യൂസ് ചെയ്യുക, വീണ്ടും ചൂടാക്കുമ്പോൾ അത് വീണ്ടും ഉരുകിയിട്ട് നിങ്ങൾ ബക്കറ്റിന്റെ ആർച്ചിലേക്ക് ഒഴിച്ചാൽ ബക്കറ്റ് വരും. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ഗോൾഡ് എങ്ങനെയാണ്? ഗോൾഡ് നമ്മൾ ഒരു ഗോൾഡിന്റെ ഒരു കട്ട എടുക്കുന്നു, ഗോൾഡ് ബിസ്ക്കറ്റ് എന്നൊക്കെ പറയും. ആ ഗോൾഡ് ബിസ്ക്കറ്റ് എടുക്കുന്നു, നമുക്ക് വേണ്ടുന്ന ആഭരണത്തിലേക്ക് അത് മാറ്റുന്നു, ഒരു കമ്മൽ അല്ലെങ്കിൽ ഒരു മോതിരം മാറ്റുന്നു. നിങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ കടയിൽ കൊണ്ട് കൊടുക്കുന്നു, അത് വീണ്ടും ഉരുക്കിയിട്ട് മോതിരമായിട്ടിരുന്ന മെറ്റീരിയലിനെ നിങ്ങൾക്ക് കമ്മലിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അതൊരു മാലയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഒരു കൊലുസിലേക്ക് മാറ്റാം. എന്തായിട്ട് വേണമെങ്കിലും അതിനെ വീണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ഗോൾഡ് എങ്ങനെയാണോ വീണ്ടും റീയൂസ് ചെയ്യുന്നത്, അതേപോലെയാണ് തെർമോപ്ലാസ്റ്റിക് പോളിമർ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഗോൾഡിന്റെ എക്സാമ്പിൾ. അതേപോലെ തന്നെയാണ് തെർമോപ്ലാസ്റ്റിക് പോളിമർ എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ തെർമോപ്ലാസ്റ്റിക് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് അതിനെ വീണ്ടും എന്ത് ചെയ്യാം, വീണ്ടും അതിനെ ചൂടാക്കുകയും വീണ്ടും റീമോൾഡ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവ് തെർമോപ്ലാസ്റ്റിക് പോളിമറിനുണ്ട്. കാരണം ഇയാള് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ക്രോസ് ലിങ്ക്സ് ഫോം ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ മനസ്സിലായ? ഇതിനൊരു ഉദാഹരണം തെർമോപ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾസ് ആയിട്ടുള്ളത് നിങ്ങൾ കോമൺലി ഉപയോഗിക്കുന്ന പോളിത്തീൻ, പോളിസ്റ്റൈറീൻ, പോളിവിനൈൽ, അങ്ങനെയുള്ള ആൾക്കാർ. ഓക്കെ, അപ്പം ഈ സ്ലൈഡ് മനസ്സിലായ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 2 ടൈപ്പ് പോളിമർ ഉണ്ട്, തെർമോസെറ്റിംഗ് പോളിമറും തെർമോപ്ലാസ്റ്റിക് പോളിമറും. തെർമോസെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൊടുത്ത് ഒരു പെർമനന്റ് ഷേപ്പിലേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പോളിമർ. അതിന്റെ കാരണം എന്തുകൊണ്ടാണ് അത് പെർമനന്റ് ഷേപ്പ് ഉണ്ടാക്കുന്നത്? ഡ്യൂ ടു എക്സ്റ്റെൻസീവ് ഇറിവേഴ്സിബിൾ, ഇവിടെ ഒരു ഇറിവേഴ്സിബിൾ എന്നും കൂടെ എഴുതുക നോട്ടില്, എക്സ്റ്റെൻസീവ് ഇറിവേഴ്സിബിൾ ക്രോസ് ലിങ്കിങ് ഇൻ മോൾസ് ആൻഡ് അഗെയിൻ ബിക്കം ഇൻഫ്യൂസിബിൾ. അതായത് പിന്നീട് നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ നമുക്കത് വേറെ ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റില്ല. ഹെൻസ് ദേ കനോട്ട് ബി റീയൂസ്ഡ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ബേക്കലൈറ്റ്, ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ ആയിട്ടുള്ള ബേക്കലൈറ്റ്, അല്ലെങ്കിൽ യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻ. ഇവരെല്ലാവരും എന്തിന് ഉദാഹരണങ്ങളാണ്?
തെർമോസെറ്റിംഗ് പോളിമറിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി തെർമോപ്ലാസ്റ്റിക് പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമോപ്ലാസ്റ്റിക് പോളിമർ എന്ന് പറഞ്ഞാൽ they becomes repeatedly softening on heating and hardening on cooling. അതായത് നമുക്ക് വീണ്ടും വീണ്ടും അതിനെ ചൂടാക്കാനും തണുപ്പിക്കാനും റീമോൾഡ് ചെയ്യാനും ഒക്കെ പറ്റും. എക്സാമ്പിൾസ് എന്ന് പറയുന്ന എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. പോളിത്തീൻ, പോളിസ്റ്റൈറിൻ, പോളിവിനൈൽ. വേറൊരു ഡിഫറൻസ് ഉള്ളത് they does not form irreversible cross links അല്ലേ? ശരി, ഇപ്പം പോളിസ്റ്റൈറിൻ, പോളിവിനൈൽ, പോളിത്തീൻ പോലുള്ള പോളിമറിനെ കുറിച്ച് നമുക്ക് അടുത്ത് നോക്കാം. ഇത് എഴുതിയിരിക്കുന്ന ഇതിന്റെ സ്ട്രക്ചർ ആണ്, പോളിവിനൈൽ ക്ലോറൈഡ്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്തത് ഇനി ഇത്രയാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. അതായത് പോളിമറിന്റെ ഇൻട്രൊഡക്ഷൻ, ക്ലാസിഫിക്കേഷൻ, 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ, പിന്നെ തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിംഗ് എന്താണെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറേ പോളിമേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, കുറേ പോളിമർ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പൊ അതിൽ ആദ്യമുള്ളത് പോളിത്തീൻ ആണ്. പോളിത്തീൻ കേട്ടിട്ടുണ്ടോ? പോളിഈഥീൻ. പോളിഈഥീൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പോളിഈഥീൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. സാധാരണ ചില ബുക്കിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഇവിടെ കാണൂല, പോളിത്തീൻ എന്നായിരിക്കും. ഓക്കെ, അതും പോളിത്തീൻ തന്നെയാണ്. ഈ പോളിഈഥീൻ എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കെമിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈഥീൻ. ഈഥീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതില് നമുക്ക് ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് നോക്കാം. പോളി എന്തുകൊണ്ടായിരിക്കും? പോളിമർ ആയതുകൊണ്ടാണ് അല്ലെ? പോളി നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. ഈഥീൻ എന്താണെന്ന് നോക്കാം. ഈത്ത്. എത്ത് എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനിക് കെമിസ്ട്രിയിൽ 2 കാർബൺ ആറ്റം വന്നാൽ അതിന്റെ പേരെന്താണ്? എത്ത്. 1 കാർബൺ വന്നാൽ മെത്ത്, 2 എണ്ണം വന്നാൽ എത്ത്, 3 എണ്ണം വന്നാൽ പ്രോപ്പ്, 4 എണ്ണം വന്നാൽ ബ്യൂട്ട്, അങ്ങനെ അങ്ങനെ പോകും അല്ലെ? അതിൽ എത്ത് എന്ന് പറഞ്ഞാൽ ETH എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് 2 കാർബൺ ആറ്റം. 2 കാർബൺ ആറ്റം വന്നാൽ നമ്മൾ അതിനെ എത്ത് എന്ന് പറയും. ഇനി ഈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആൽക്കെയിൻ ഉണ്ട്, ആൽക്കീൻ ഉണ്ട്, ആൽക്കൈൻ ഉണ്ട്. ആൽക്ക് ANE ഉണ്ട്, ENE ഉണ്ട്, YNE ഉണ്ട്. ANE എന്ന് പറയുന്നത് എന്താണ്? ആൽക്കെയിൻ റെപ്രസെന്റ്സ് സിംഗിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റം. അതായത് 2 കാർബൺ ആറ്റം തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ് ഉള്ളത് എങ്കിൽ നമ്മൾ അതിനെ ആൽക്കെയിൻ എന്ന് പറയും അല്ലേ? ആൽക്കീൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? 2 കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ ഒരു സിംഗിൾ ബോണ്ട് ആണ് ഉള്ളതെങ്കിൽ, ഒരു ഡബിൾ ബോണ്ട് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ ആൽക്കീൻ എന്ന് പറയും. അതായത് 2 കാർബൺ ആറ്റത്തിന്റെ ഇടയ്ക്ക് ഒരു സിംഗിൾ ബോണ്ട് വന്നാൽ ആൽക്കെയിൻ. ഇവിടെ 2 ബോണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ആൽക്കീൻ ENE, 3 ബോണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ആൽക്കൈൻ. ഓക്കെ, അപ്പൊ ആൽക്കെയിൻ എന്താണ്? സിംഗിൾ ബോണ്ട് ഉള്ളത്. ആൽക്കീൻ എന്താണ്? 2 കാർബൺ ആറ്റത്തിന്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് ഉള്ളത്. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റത്തിന്റെ ഇടയ്ക്ക് 3 ബോണ്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പോളിഈഥീൻ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറിൽ കാർബണിന്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ടേ ഉള്ളത്. അപ്പൊ ഇത് ആൽക്കെയിൻ ആകേണ്ടതല്ലേ? പക്ഷെ ഇത് ആൽക്കെയിൻ അല്ല, ഇറ്റ് ഇസ് പോളിഈഥീൻ, ENE ആണ്. കാരണം പോളിമറിനെ നമ്മൾ നെയിം ചെയ്യുന്നത് അതിന്റെ മോണോമറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, ഈ പോളിത്തീനിന്റെ മോണോമർ എന്ന് പറയുന്നത് ഈഥീൻ ആണ്, എഥൈലീൻ ആണ്, അല്ലെങ്കിൽ ആൽക്കീൻ ആണ്. ഓക്കെ, ഈ ആൽക്കീനെ നമ്മൾ മോണോമർ ആയിട്ടുള്ള ആൽക്കീനെ പോളിമറൈസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടെ 2 ബോണ്ട് ഉണ്ടായിരുന്നല്ലോ മോണോമറിൽ. ആൽക്കീനിൽ 2 ബോണ്ട് ഉണ്ടായിരുന്നല്ലോ. ആ 2 ബോണ്ട് എന്ത് പറ്റി? ആ 2 ബോണ്ട് ഇവിടേക്ക് മാറി. ഓക്കെ, ഒരു ബോണ്ട് ഇങ്ങോട്ടേക്കും, ഇവിടെ നിന്നുള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്കും, ഇവിടെ നിന്നുള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്കും പോയി. അപ്പൊ എന്ത് പറ്റി? ഇതിന്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ടിലേക്ക് മാറി. ഇത് n ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ഈ യൂണിറ്റ് CH2 എന്നുള്ള യൂണിറ്റ് n ടൈംസ് റിപ്പീറ്റ് ചെയ്യും. n ടൈംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഹൈ. n എന്ന് പറയുന്നത് 10,000 20,000 1 lakh വരെ പോകാം. അങ്ങനെയുള്ള പോളിമറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പോളിത്തീൻ. ഓക്കെ, ഇറ്റ് ഈസ് അബ്രിവേറ്റഡ് ആസ്, ഇവിടെ എഴുതിയിരിക്കുന്ന പോളിത്തീൻ എന്നാണ്, ഈ എഴുതിയിട്ടില്ല. എങ്ങനെ എഴുതിയാലും ശരിയാണ്. ഓക്കെ, പോളിഇഥൈലിൻ എന്ന് പേരുണ്ട്, പോളിത്തീൻ എന്ന് പേരുണ്ട്, PE എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. പോളിഇഥീൻ അതാണ് PE, അല്ലെങ്കിൽ പോളിഈഥീൻ എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ പോളിമെഥൈലിൻ. എല്ലാം ഒരാളാണ്. ഓക്കെ,
ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ പ്ലാസ്റ്റിക് ഇൻ യൂസ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോളിമർ ആണ് പോളിത്തീൻ. ഓക്കെ, ഏറ്റവും വൈഡ്ലി യൂസ്ഡും ഏറ്റവും കോമൺലി യൂസ്ഡും ആയിട്ടുള്ള പോളിമർ ആണ് പോളിത്തീൻ. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇതെന്താണ്? ഇത് പോളിത്തീൻ ബീഡ്സ് ആണ്. ഉണ്ടാക്കിയെടുക്കുമ്പം പോളിത്തീൻ ഗ്രാന്യൂൾസ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനെ ഉരുക്കിയിട്ടാണ് നിങ്ങൾ എന്തുണ്ടാക്കുന്നത്? ഇതിനെ ഉരുക്കിയിട്ട് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടാക്കാം. ഈ പ്ലാസ്റ്റിക് ബാഗ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കത്തിച്ച് കളയരുത് ഒരിക്കലും. പ്ലാസ്റ്റിക്കിനെ അറിയാലോ, പ്ലാസ്റ്റിക് ഒരിക്കലും കത്തിച്ച് കളയാൻ പാടില്ല. ഇറ്റ് കോസസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അത് ഓസോൺ ലെയറിൽ ഡിപ്ലീഷൻസ് ഉണ്ടാക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ റീസൈക്കിൾ ചെയ്യണം അല്ലേ? കാരണം പോളിത്തീൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ തെർമോപ്ലാസ്റ്റിക്. ഇവിടെ എഴുതിയിട്ടുണ്ടോ? തെർമോപ്ലാസ്റ്റിക്. അപ്പൊ നിങ്ങൾ ക്യാരി ബാഗ് ആയിട്ട് ഉപയോഗിച്ച പോളിത്തീനെ റീസൈക്കിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇതേപോലുള്ള ഗ്രാന്യൂൾസ് കിട്ടും. ആ ഉണ്ടാക്കി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാക്കാം? പൈപ്പ് ഉണ്ടാക്കാം. ഓക്കെ, വലിയ പൈപ്പ് ഉണ്ടാക്കാം. ഇത് ക്യാരി ബാഗ്. ക്യാരി ബാഗിനെ നിങ്ങൾ റീസൈക്കിൾ ചെയ്താൽ ഇതേപോലെ കിട്ടും. വീണ്ടും പൈപ്പ് ഉണ്ടാക്കാം. വീണ്ടും നിങ്ങൾ ഇതേപോലെ റീസൈക്കിൾ ചെയ്ത ഗ്രാന്യൂൾ കിട്ടും. വീണ്ടും ഇത് നിങ്ങൾക്ക് വേറെ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ മെയിൻലി ആസ് പ്ലാസ്റ്റിക് ബാഗ്. പ്ലാസ്റ്റിക് ബാഗ് ക്യാരി ബാഗ് ആയിട്ട് പോളിത്തീൻ കവറാണ് നിങ്ങൾ ഉപയോഗിക്കുക അല്ലെ? കടയിലൊക്കെ കൂടുതലുള്ളത് പോളിത്തീൻ കവേഴ്സ് ആണ്. അപ്പം അവിടെ ഉപയോഗിക്കുന്ന ക്യാരി ബാഗ് ആയിട്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫിലിംസ് ആയിട്ട് ഉപയോഗിക്കാം. ഈ ചെറിയ കട്ടി കുറഞ്ഞ പാക്കേജിങ് മെറ്റീരിയൽസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതാണ് പ്ലാസ്റ്റിക് ഫിലിം ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നീട് ബോട്ടിലൊക്കെ, അതായത് പ്ലാസ്റ്റിക് ബോട്ടിലിൽ പോളിത്തീൻ ഉപയോഗിക്കാറുണ്ട്. കൂടുതൽ ഉപയോഗിക്കുന്നത് വേറൊരു ടൈപ്പ് പോളിമർ ആണ്. അത് അവിടെ എത്തുമ്പം പറയാം. ഇത് പോളിത്തീൻ ബോട്ടിലായിട്ട് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. കാരണം അത് ഫുഡ് ഗ്രേഡ് പോളിമർ അല്ല. ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ ബോട്ടിൽസ് അങ്ങനെ ഉപയോഗിക്കാറില്ല. എങ്കിലും പഠിച്ചു വെക്കുക, ബോട്ടിൽസ് ഉപയോഗിക്കാം. ഓക്കെ, ഇതിൽ 2017 നമ്മൾ നോക്കുകയാണെങ്കിൽ പോളിത്തീൻ്റെ ഡോമിനൻസ് മനസ്സിലാവും. അതായത് 34% പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നതിൽ 34% പോളിത്തീനാണ്. മനസ്സിലായോ? അപ്പൊ അത്രയും കൂടുതലാണ് പോളിത്തീൻ്റെ ഉപയോഗം. ഓക്കെ, ഇനി ഇതിലെ ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻ നിങ്ങൾ ഈ പടം കണ്ട് ഓർത്ത് വെക്കുക. ഒന്നെന്ന് പറയുന്നത് ക്യാരി ബാഗ്, നിങ്ങൾക്കറിയാം, പോളിത്തീൻ കവേഴ്സ്. പിന്നെ ലോങ് പൈപ്പ്, പോളിവിനൈൽ ക്ലോറൈഡ് PVC പൈപ്പ് ഉപയോഗിക്കാറുണ്ട്, പോളിത്തീൻ പൈപ്പ്സ് ഉപയോഗിക്കാറുണ്ട്. കൂടുതലും ഇപ്പം പോളിത്തീൻ പൈപ്പ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പൈപ്പ് പറയാ. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഹിപ്പ് ജോയിന്റ് ആണ്. ഇത് ഹിപ്പിന്റെ നമ്മുടെ ഇടുപ്പെല്ലിന്റെ ഒരു മിനിയേച്ചർ ഫോം ആണ്. അത് നമുക്കിപ്പം ഒരാൾക്ക് ഇടുപ്പെല്ല് പൊട്ടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഹിപ്പ് ജോയിന്റിൽ പോളിത്തീൻ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹിപ്പിനെ വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പൊ ആർട്ടിഫിഷ്യൽ ഹിപ്പ് ജോയിന്റ് ആയിട്ട് പിന്നെ നമ്മൾ ഇംപ്ലാന്റ് എന്നാണ് പറയാ. ശരീരത്തിനകത്ത് പുറമെ ഒരു വസ്തു നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതിന് ഇംപ്ലാന്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഇംപ്ലാന്റ് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറഞ്ഞ പോളിത്തീൻ ഉപയോഗിക്കാം. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോളിത്തീൻ. അപ്പൊ പോളിത്തീൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ മെയിൻലി പ്ലാസ്റ്റിക് ബാഗ്, പ്ലാസ്റ്റിക് ഫിലിം, കണ്ടെയ്നേഴ്സ് ഇൻക്ലൂഡിങ് ബോട്ടിൽ, പിന്നെ പ്ലാസ്റ്റിക് കവറ്, ബിഗ് ലോങ് പൈപ്പ്, എന്താണ് പൈപ്പായിട്ട് ഉപയോഗിക്കാം. പിന്നെ ആർട്ടിഫിഷ്യൽ ഇംപ്ലാന്റ് ലൈക്ക് ഹിപ്പ് ജോയിന്റ്, അങ്ങനെ നമുക്ക് പോളിത്തീൻ ഉപയോഗിക്കാം. ഓക്കെ, ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ പോളിത്തീൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. അടുത്തെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് പോളിപ്രൊപ്പീൻ. പോളിപ്രൊപ്പീൻ ഞാൻ നേരത്തെ പറഞ്ഞു. എത്തെന്ന് പറഞ്ഞാൽ പ്രോപ്പ്, എത്തെന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റം, മെത്ത് 1, എത്ത് 2, പ്രോപ്പ് 3 കാർബൺ ആറ്റം. അപ്പൊ ഇവിടെ 1, 2, 3 കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ, ഈനാണ്, ആൽക്കീനാണ്. അപ്പം ഈ 2 കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ആണ് ഉണ്ടായിരുന്നത്. അതെന്ത് ചെയ്തു? അത് പോളിമറൈസ് ചെയ്തപ്പം പോളി ആയപ്പോൾ എന്ത് പറ്റി? ഈ ഡബിൾ ബോണ്ടിൽ ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തേക്കും പോയി, ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തേക്കും പോയി. അപ്പം CH2 CH ബ്രാഞ്ച്ഡ് വിത്ത് CH3. ഇത് ബ്രാഞ്ച്ഡ് പോളിമറിന് ഉദാഹരണമാണ്. ഇത് ലീനിയർ ചെയിൻ ഇങ്ങനെ പോണതിന് പകരം ഇവിടെ ഒരു ബ്രാഞ്ച് തൂങ്ങി കിടപ്പുണ്ട്. അപ്പൊ ഇത് ബ്രാഞ്ച്ഡ് പോളിമറിന് ഉദാഹരണമാണ്. അപ്പം പോളിപ്രൊപ്പീൻ്റെ സ്ട്രക്ചർ എങ്ങനെയിരിക്കും? ഇറ്റ് ഈസ് CH2 CH CH3.
അതെന്ത് ചെയ്യും, n ടൈംസ് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ബോണ്ട് വരച്ച് 2 ബോണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരച്ചിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വെച്ച് ആ ബോണ്ടിനെ കട്ട് ചെയ്യണം. ഒരു 2 സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുക, എന്നിട്ട് അവിടെ ഈ ബോണ്ടിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. then n ടൈംസ്, അതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇതിന്റെ അർത്ഥം എന്താണ്, n ടൈംസ്, എന്നിന്റെ വാല്യൂ 1000 ആണെന്ന് വിചാരിച്ചാൽ ഈ യൂണിറ്റ് 1000 പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പൊ 1000 പ്രാവശ്യം നമുക്ക് എഴുതണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റിംഗ് യൂണിറ്റിനെ മാത്രം റെപ്രസെന്റ് ചെയ്ത് n ടൈംസ് എന്ന് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ബോണ്ടിനെ സ്ക്വയർ ബ്രാക്കറ്റ് കട്ട് ചെയ്യണം. നിങ്ങൾ നേരത്തെ ഇത് നോക്കിയാലും കണ്ടോ, പോളിമറിനെ നമ്മൾ എപ്പോൾ എഴുതിയാലും ഈ ബോണ്ടിനെ നമ്മൾ ബ്രാക്കറ്റ് വെച്ച് കട്ട് ചെയ്യണം. ഒന്നുകിൽ സ്ക്വയർ ബ്രാക്കറ്റ് അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റ്, ഏത് ബ്രാക്കറ്റ് ഇട്ടാലും ഇതിന് ഈ ബോണ്ടിനെ കട്ട് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. n എന്ന് എഴുതുകയും വേണം, n എന്ന് എഴുതിയാലേ അത് പോളിമർ ആവുകയുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പോളിപ്രൊപ്പീലിന്റെ സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യുക. പോളിപ്രൊപ്പൈലിൻ എന്നും പറയാറുണ്ട്, പോളിപ്രൊപ്പൈലിൻ PP എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സാധാരണ പോലെ പോളിപ്രൊപ്പീൻ എന്നാണ് പറയാ. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ തെർമോപ്ലാസ്റ്റിക് പോളിമർ. ഓക്കെ, അതൊരു തെർമോപ്ലാസ്റ്റിക്, അതായത് വീണ്ടും വീണ്ടും മോൾഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പോളിമർ ഉദാഹരണമാണ് പോളിപ്രൊപ്പീൻ. ഓക്കെ, ഇറ്റ് ഈസ് എ സെക്കൻഡ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കമ്മോഡിറ്റി പ്ലാസ്റ്റിക്. അതായത് പോളിത്തീൻ കഴിഞ്ഞാൽ, നമ്മൾ തൊട്ടു മുമ്പേ പഠിച്ച പോളിത്തീൻ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് PP ആണ്. അത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്, പാക്കേജിങ്ങിലും ലേബലിങ്ങിലും. പാക്കേജിങ്, ലേബലിംഗ് അങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ. പിന്നെ 2 ഉദാഹരണത്തിന്റെ പടം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ പടം കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഓർത്ത് വെക്കുക കേട്ടോ. ഒന്നെന്ന് പറയുന്നത് ഈ പോളിപ്രൊപ്പൈലിൻ ചെയർസ് ആണ്. ചെയറിന്റെ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോളിപ്രൊപ്പൈലിൻ വെച്ചിട്ട് ഈ റെഡ് കളർ, ഇത് മെറ്റലാണ്, ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡ് മെറ്റലാണ്, പക്ഷെ ഈ സിറ്റിംഗ് പോസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, പോളിപ്രൊപ്പൈലിൻ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതേപോലെ ടിക് ടാക് ടോയുടെ ഈ നിങ്ങൾ കഴിക്കുന്ന സാധനമുണ്ടല്ലോ, ഈ ടിക് ടാക് ടോ അല്ലെങ്കിൽ ഈ ഫ്രഷ് മിന്റ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളില്ലേ, ഈ ചൂയിങ്കം പോലത്തെ സാധനം, മിന്റ് പോലത്തുള്ള സാധനം, അതിന്റെയൊക്കെ ഈ പറഞ്ഞ ഈ ലിഡ്, ഇത് താഴെയുള്ള ഗ്ലാസ് ആണ്, ഇതിന്റെ ലിഡ് എന്ന് പറയുന്നത് പോളിപ്രൊപ്പൈലിനാണ്. കോമൺ യൂസ് വരുന്ന സാധനങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിരിക്കും, അതുകൊണ്ടാണ് ഡെയിലി യൂസിൽ കാണുന്ന 2-3 സാധനങ്ങൾ ഇവിടെ പടം വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതില് ഈ പോളിപ്രൊപ്പൈലിൻ ഉള്ളത് ഈ ലിഡിലും ഈ ചെയറിന്റെ ഈ പറഞ്ഞ സിറ്റിംഗ് പോസ്റ്റേഴ്സിലും ഉള്ളത് പോളിപ്രൊപ്പീൻ ആണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പോളിമറിനെയും കൂടെ ആപ്ലിക്കേഷൻ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ തന്നെ ഒരു സ്ലൈഡ് കൂടെ നോക്കാം. ആപ്ലിക്കേഷൻസ് ഓഫ് പോളിപ്രൊപ്പൈൻ. ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട് പോളിപ്രൊപ്പൈനിൽ. ഒന്ന് പറയുന്നത് കൺസ്യൂമർ ഗ്രേഡ് കെറ്റിൽസ്. കെറ്റിൽ വെള്ളം കോരുന്ന കെറ്റിൽ, പ്ലാസ്റ്റിക്കിന്റെ കെറ്റിൽ കിട്ടില്ലേ, ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എന്ത്, പോളിപ്രൊപ്പൈൻ. അതേപോലെ ഹൈലി കളർ ഫാസ്റ്റ് ആണ്. അതായത് കളർ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കളർ അടിച്ചാൽ അത് ഫാസ്റ്റ് ചെയ്യും, മീൻസ് അത് പെട്ടെന്ന് പോവില്ല. പോളിപ്രൊപ്പീനിന്റെ സർഫസിൽ നമ്മൾ ഏതെങ്കിലും കളർ അടിക്കുകയാണെങ്കിൽ ആ കളർ അവിടെ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യും. ആ പെട്ടെന്ന് വെയിലടിച്ചാലോ ഡിറ്റർജന്റ് വെച്ച് കഴുകിയാലോ വെള്ളം വീണാലോ ഒന്നും ആ കളർ ഇളകി പോവില്ല. അങ്ങനത്തെ ഉള്ള മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് കളർ ഫാസ്റ്റ്. പോളിപ്രൊപ്പൈലിൻ ഹൈലി കളർ ഫാസ്റ്റ് ആയതുകൊണ്ട് അത് മെയിൻലി ഉപയോഗിക്കുന്ന കാർപ്പറ്റ്, നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കാർപ്പറ്റില്, റഗ് എന്ന് പറഞ്ഞാൽ ചവിട്ടുമെത്ത പോലത്തുള്ള സാധനം, ആൻഡ് മാറ്റ്സ്, അതായത് കളർ അടിക്കുന്ന ഡെയിലി ഹൗസ് ഹോൾഡിൽ സാധനങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോളിപ്രൊപ്പൈലിൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി അതേപോലെ റോപ്പിൽ ഉപയോഗിക്കാറുണ്ട്. റോപ്പ് എന്ന് പറയുന്നത് എന്താണ്, കയറില്, ബിക്കോസ് ദേ ആർ ലൈറ്റ് ഇനഫ് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ. ഈ സെയിലൊക്കെ ഉണ്ടല്ലോ, ഈ എന്താണ് കപ്പലിലൊക്കെ, പായ്ക്കപ്പലില്ലേ, പായ്ക്കപ്പലിൽ ഉപയോഗിക്കുന്ന കയർ എന്ന് പറയുന്നത് പോളിപ്രൊപ്പൈലിനാണ്. അത് നമ്മള് വീട്ടിൽ കൊല കെട്ടാൻ തൂക്കുന്ന കയർ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അത് വെള്ളത്തിൽ വരുമ്പോഴത്തേക്കും വെള്ളവുമായിട്ട് കോണ്ടാക്ട്, ഉപ്പുവെള്ളവുമായിട്ട് കോണ്ടാക്ട് വരുമ്പം അത് ഡീഗ്രേഡ് ചെയ്ത് പോകും, അല്ലെ, ഡീഗ്രേഡ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് സ്പെഷ്യലൈസ്ഡ് റോപ്സ് മെയ്ഡ് ഓഫ് പോളിപ്രൊപ്പൈൻ, മെയിൻലി ഇൻ സെയിൽ ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന റോപ്പ് എന്ന് പറയുന്നത് പോളിപ്രൊപ്പൈൻ ആണ്. ഓക്കെ, ഇനി അതേപോലെ ഇൻസുലേഷൻ ഫോർ ഇലക്ട്രിക്കൽ കേബിളിലെ
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇലക്ട്രിക്കൽ കേബിളിന്റെ അകത്ത് ചെമ്പ് കമ്പിയുണ്ട്, അതിന്റെ പുറത്തൊരു ഒരു പ്ലാസ്റ്റിക് പോലുള്ള ഒരു കവറുണ്ട്, ഒരു കോട്ടിംഗ് ഉണ്ട്. ആ സാധനം എന്ന് പറയുന്നത്, ആ കോട്ടിംഗ് എന്ന് പറയുന്നത് രണ്ട് മെറ്റീരിയൽ ആകാം. ഒന്നുകിൽ പോളി വിനൈൽ ക്ലോറൈഡ് ആകാം, PVC ആകാം, ഇല്ലെങ്കിൽ PP ആകാം, പോളിപ്രൊപ്പൈൽ ആകാം. രണ്ടും ഉപയോഗിക്കാറുണ്ട്. പോളിപ്രൊപ്പൈലിനും ഇപ്പം കൂടുതൽ ഉപയോഗിക്കുന്നത് പോളിപ്രൊപ്പൈലിൻ ആണെന്നാണ് പറയുന്നത്. ഇനി അതേപോലെ വാട്ടർ പ്രൂഫിംഗ് ടോപ്പ് ലെയർ റൂഫിംഗ്, അതായത് വാട്ടർ പ്രൂഫ് ചെയ്യാനായിട്ട് നമ്മൾ റൂഫ് ചെയ്യില്ലേ, അതിലൊക്കെ ഉപയോഗിക്കുന്നത് പോളിപ്രൊപ്പൈലിൻ എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ പ്ലാസ്റ്റിക് മോൾഡിംഗ്, ലൈക്ക് ബോട്ടിലിന്റെ ടോപ്പ്, ഇങ്ങനത്തെ ടോപ്പ്, ഈ ബോട്ടിലേക്ക് ടോപ്പ് പിന്നെ ബോട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. പിന്നെ ഫിറ്റിംഗ്സ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടാവുന്ന മെറ്റീരിയലാണ്. സെൻട്രിഫ്യൂജ് ട്യൂബ് ആണിത്. നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇത് വലിയ സെൻട്രിഫ്യൂജ് ട്യൂബും ഇത് ചെറിയ സെൻട്രിഫ്യൂജ് ട്യൂബും. അതിൽ രണ്ട് മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്ന പോളിപ്രൊപ്പൈലിനാണ്. ഈ കളറുള്ള അടപ്പ് ഉപയോഗിച്ചിരിക്കുന്ന പോളിപ്രൊപ്പൈലിൻ, ഇതിന്റെ ഈ ബോഡി ഉപയോഗിച്ചിരിക്കുന്നത് പോളിപ്രൊപ്പൈലിൻ. അതേപോലെ ഇതും കളർ കൊടുത്തിരിക്കുന്ന അതിന്റെ ലിഡ് എന്ന് പറയുന്നത് പോളിപ്രൊപ്പൈലിൻ, താഴെയുള്ള ബോഡിയും പോളിപ്രൊപ്പൈലിനാണ്. ഓക്കെ. അതേപോലെ ഈ സിറിഞ്ചിന്റെ ഈ പിപ്പറ്റിന്റെ ടിപ്പ്, പ്ലാസ്റ്റിക് പിപ്പറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, അതിന്റെ ടിപ്പ് ഉപയോഗിക്കുന്ന സാധനം ഇതാണ്. പിന്നെ അതേപോലെ എപ്പൻഡോർഫ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ ബോട്ടിൽ, ഇതേപോലെയുള്ള ബോട്ടിലിനെയാണ് എപ്പൻഡോർഫ് എന്ന് പറയുന്നത്. അതിനും ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോളിപ്രൊപ്പൈലിനാണ്. ഇപ്പം ലാബിൽ ഉപയോഗിക്കുന്ന കെമിസ്ട്രി ലാബിൽ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പോളിപ്രൊപ്പൈലിനാണ്. അതേപോലെ ഇതിന്റെ ഒരു കപ്പാസിറ്റർ ആണിത്. ഫിസിക്സുകാർക്ക് അറിയും ഇതൊരു കപ്പാസിറ്റർ ആണ്. ആ കപ്പാസിറ്ററിന്റെ ഈ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് പോളിപ്രൊപ്പൈലിനാണ്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഏതെങ്കിലും ഒരു 5-6 എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് ഇനി ഒരു പോളിമറും കൂടെ നോക്കാം, പോളിസ്റ്റൈറിൻ. ഓക്കെ, പോളിസ്റ്റൈറിൻ. സ്റ്റൈറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് സ്റ്റൈറിൻ. സ്റ്റൈറിൻ റെപ്രസെന്റ്സ് ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗിന്റെ മേലെ ഒരു CH, ഡബിൾ ബോണ്ട് CH2. ബെൻസീൻ റിംഗ് ഉണ്ട്, ബെൻസീൻ റിംഗിന്റെ മേലെ ഒരു ആൽക്കീൻ ഉണ്ട്, CH, ഡബിൾ ബോണ്ട് CH2. ഇങ്ങനെ കുറേ സ്റ്റൈറിൻ മോളിക്യൂള് പോളിമറൈസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? പോളിസ്റ്റൈറിൻ കിട്ടുക. എങ്ങനെയാണ് പോളിസ്റ്റൈറിൻ ഉണ്ടാകുന്നത്? ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്, CH ഉണ്ട്, CH2 ഉണ്ട്, അതായത് ഇത്രയും യൂണിറ്റ് ഉണ്ട്. ഇത് സിംഗിൾ ബോണ്ടായി ഈ CH2 എന്ത് ചെയ്യും? അടുത്ത CH ലേക്ക് കണക്ട് ചെയ്യും. ഇത് ഇത്രയാണ് സ്റ്റൈറിൻ. ഇത്രയാണ് ഒരു സ്റ്റൈറിൻ മോളിക്യൂള്. ഈ CH2 അടുത്ത സ്റ്റൈറിനിലേക്ക് കണക്റ്റഡ് ആവും. ഈ CH2 അടുത്ത CH ലേക്ക് കണക്റ്റഡ് ആവും. അടുത്ത മോളിക്യൂളിന്റെ CH ലേക്ക് കണക്ട് ആവും. ഓക്കെ, എന്നിട്ട് CH2 വീണ്ടും അടുത്ത CH ലേക്ക് കണക്ട് ആവും. CH2 അടുത്ത CH, CH2 അടുത്ത CH, CH2 അടുത്ത CH, CH2. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് many styrene molecule polymerized to give polystyrene in this fashion. ഇങ്ങനെയാണ് പോളിസ്റ്റൈറിൻ ഉണ്ടാവുക. ഓക്കെ, പോളിസ്റ്റൈറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് PS എന്നാണ്. It is a synthetic aromatic hydrocarbon made from styrene. സ്റ്റൈറിൻ ആയിരിക്കുമല്ലോ അതിന്റെ പോളിമർ. ആ സ്റ്റൈറിനെ പോളിമറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോളിസ്റ്റൈറിൻ കിട്ടും. ഇത് ബ്രിട്ടിൽ ആയിട്ട്, PS is clear, വളരെ ക്ലിയർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അത്യാവശ്യം ഹാർഡാണ്. പിന്നെ ബ്രിട്ടിൽ ആണ്. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തറ വീണ പൊട്ടും, അങ്ങനത്തെ ഉള്ള മെറ്റീരിയൽ ആണ് പോളിസ്റ്റൈറിൻ. അത് മെയിൻലി യൂസ് ആക്കുന്നത് CD, DVD കേസ്. CD അല്ല, CD എന്താണെന്ന് നമ്മൾ ഇനി പറയും. CD-യുടെ കവറാണ് ഉദ്ദേശിക്കുന്നത്. CD and DVD കേസസ്, ഈ ഭാഗവും രണ്ടും പോളിസ്റ്റൈറിൻ ആണ്. ഇത് ക്ലിയർ മെറ്റീരിയൽ ആണ്, സാധാരണ പോളിസ്റ്റൈറിൻ എന്ന് പറയാം. ഇത് പിന്നെ കണ്ടെയ്നേഴ്സ്, ലിഡ്, ബോട്ടിൽ, ട്രേ, ടംബ്ലർ, ഡിസ്പോസിബിൾ കട്ട്ലറി, ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക്, ഡിസ്പോസിബിൾ കപ്പ്, ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെല്ലാം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോളിസ്റ്റൈറിൻ ആണ്. ഓക്കെ, ഇതെന്റെ റിപ്പീറ്റ് യൂണിറ്റ് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതാണ് പഠിക്കാൻ എളുപ്പമെങ്കിൽ ഈ സ്ട്രക്ചർ പഠിച്ചാലും മതി. ഓക്കെ, ഇനി അതേപോലെ ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റേസർ, ഷേവിംഗ് റേസർ. ഇതിന്റെ ബോഡി എന്ന് പറയുന്നത് പോളിസ്റ്റൈറിൻ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇതുവരെ മതി, പോളിസ്റ്റൈറിൻ വരെ മതി. ഇനി നമുക്ക് പോളിഅക്രിലോനൈട്രൈൽ ആപ്ലിക്കേഷൻസ് ഓഫ് പാൻ
കൊടുത്തിട്ടുള്ളത് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിപ്പിച്ചത് എന്തൊക്കെയാണ്? പോളിമറിന്റെ തെർമോ സെറ്റിങ്ങും തെർമോ പ്ലാസ്റ്റിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ്. പോളിത്തീൻ എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ, പോളിപ്രൊപ്പൈലിൻ എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ, പോളിസ്റ്റൈറിൻ എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ. ഇത്രയും നിങ്ങൾ വൃത്തിയായിട്ട് വായിക്കുക, ടെക്സ്റ്റ് വെച്ച് പഠിക്കുക. ഓക്കെ.